ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് കുറച്ച് വെണ്ടയ്ക്കയും കുറച്ച് സോയ ചങ്ക്സും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കാണിക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പോളം ചെറിയ സോയയാണ് എടുത്തേക്കുന്നത്. ഇത് ഒരു അരമണിക്കൂറോളം നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്. എന്നിട്ട് അതിലെ വെള്ളമെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം നന്നായിട്ടൊന്നങ്ങ് പിഴിഞ്ഞ് കളയണം കേട്ടോ. അപ്പോൾ ഞാനിത് മുന്നേ 2-3 വീഡിയോസിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മുന്നേയുള്ള വീഡിയോസ് സോയ ചങ്ക്സിൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പ്രധാനമായിട്ടും ഈ ഒരു മസാലപ്പൊടിയാണ് കേട്ടോ. തട്ടുകട സ്പെഷ്യൽ ചിക്കൻ പൊരിച്ചതിൻ്റെ മസാലയാണ്. എനിക്ക് ഈ മസാല ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഈ റെസിപ്പി മൊത്തം ഈ മസാല വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ മസാല ഇല്ലെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് കുരുമുളക് പൊടി, ഇത്ര മതിയാവും. ഈ ഒരു മസാല ഞാനൊരു 2-2.5 ടേബിൾ സ്പൂണോളം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വളരെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കാര്യം ഈ മസാലയ്ക്കകത്ത് തന്നെ കുറച്ച് ഉപ്പിൻ്റെ അംശം ഉണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്തിട്ട് ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. അത് ഈ സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ സ്പൂൺ വെച്ച് മിക്സ് ആക്കുന്നതിനേക്കാളും നമ്മൾ കൈ വെച്ച് തന്നെ ഒന്ന് മിക്സ് ആക്കുന്നതാണ് നല്ലത്. അപ്പം ഞാൻ ഈ സ്പൂൺ അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി കൈ വെച്ച് തന്നെ ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പം കണ്ടോ, ഇതൊക്കെ ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് തോന്നിയിട്ട് ഞാൻ വളരെ കുറച്ച് വെള്ളം കൂടെ ഒന്ന് താളിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പം കണ്ടോ, ഇത് അടിപൊളിയായിട്ട് ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് ഒന്നങ്ങ് റെസ്റ്റ് ആക്കാൻ വെക്കാം. അപ്പോൾ ഇത് അവിടെ നിന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഇപ്പം കണ്ടോ, ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിനൊരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ഏത് ഓയിലിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചേക്ക് നമ്മുടെ സോയ ഉണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിതെല്ലാം ഒരുമിച്ചാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. ബാച്ചായിട്ടോ ഒന്നും ചെയ്യുന്നില്ല. ഇത് വളരെ ചെറിയ സോയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ അങ്ങ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ കോൺഫ്ലോർ ഒക്കെ ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ഒന്ന് ഒട്ടിയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ചെറുതായിട്ട് ഒന്നങ്ങ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ചെറിയ സോയിൽ തന്നെ ചെയ്യണം കേട്ടോ. അതാണ് അതിൻ്റെതായ ഒരു ടേസ്റ്റ്. അപ്പോൾ അതാണ്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതുപോലെ ഇളക്കിയിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഞാനിത് 2-3 വട്ടം ഒന്ന് ഇളക്കിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തത്. അപ്പോൾ അതാണ് ഇത് ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവൊക്കെ എത്തുമ്പോഴേക്കും നമുക്കിത് ഈ പാനിയിൽ അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ അതാണ് ഇതൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിതൊന്ന് മാറ്റുകയാണ്. ഇപ്പോൾ എല്ലാ സോയ ചങ്ക്സും ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. വീണ്ടും അതേ പാനിലോട്ട് തന്നെ നമ്മൾ എടുത്ത വെണ്ടയ്ക്ക ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് ഈ എണ്ണയിലിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇത് ഈ വെണ്ടയ്ക്കൊക്കെ അതൊക്കെ ചെറിയ ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ട്. അത് മാറുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. അപ്പം നന്നായിട്ട് ഒന്നങ്ങ് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പം കണ്ടോ, ആ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി നമ്മുടെ വെണ്ടയ്ക്കൊക്കെ അത്യാവശ്യം നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും വെണ്ടയ്ക്കൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാര്യം നമ്മൾ മുന്നേ സോയ ചങ്ക്സിനൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം വെണ്ടയ്ക്കയ്ക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതി. ഇനി വീണ്ടും ഞാൻ അതേ മസാല തന്നെയാണ് ഇതിന് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ മസാല ഇല്ലെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നല്ലപോലെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. പക്ഷേ ഇത് ഞാനൊന്ന് റോസ്റ്റ് ആക്കി എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടോ, ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. വീണ്ടും എണ്ണയിൽ കിടന്ന് കുറച്ചും കൂടെ ഒന്ന് വെന്ത് ഒന്ന് മൊരിഞ്ഞ് വരട്ടെ ചെറുതായിട്ട്.
ഇപ്പം കണ്ടോ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ അത്യാവശ്യം നല്ല പോലെ ഒന്ന് വെന്ത് ഒന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കുന്നൊന്നുമില്ല. ഈ ഒരു പരുവാകുമ്പോഴേക്കും ഇത് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഇതിനി ഈ പാനിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലോട്ട് തന്നെ, ഇനി എണ്ണ ഒന്നും ചേർക്കുന്നില്ല, അതേ എണ്ണയിലോട്ട് തന്നെ ഞാൻ ഒരു സവാള ഒന്ന് അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം. ഈ പാനിൻ്റെയൊക്കെ ഒരവസ്ഥ കണ്ടോ? ഇത് നമ്മൾ ആ കോൺഫ്ലോർ ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല. ഈ സവാള ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് നിറം മാറ്റുന്ന രീതിയിലൊന്നും വഴറ്റണ്ട. ഒന്നങ്ങ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മാത്രം മതി. അപ്പോൾ അതുവരെ നമുക്കൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കണ്ടോ സവാളയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു തക്കാളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. തക്കാളിയും വളരെ ചെറിയൊരു തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് അങ്ങ് ഉടഞ്ഞു വരുന്ന പാകമൊന്നും ആവണ്ട, ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി. അപ്പോൾ അതുവരെ ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ കണ്ടോ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉടഞ്ഞു വരുന്ന പാകമൊന്നും ആയിട്ടില്ല, വെന്ത് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പാകമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നിർത്താം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതായത് ഈ സവാളയ്ക്കും തക്കാളിക്കും വേണ്ടിയിട്ട് മാത്രം വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ നേരത്തെ ചേർത്ത മസാല ഉണ്ടല്ലോ, അതിൽ വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണോളം ചേർക്കുന്നുള്ളൂ. ചേർത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇതുപോലെ ഒന്ന് അടിപൊളിയായിട്ട് ഞാനൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇനി വലിയ പണിയൊന്നുമില്ല, എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുന്ന പണി മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈ ആക്കി വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. കൂടെ നമ്മൾ സോയ ചങ്ക്സ് ഫ്രൈ ആക്കി വെച്ചേക്കുന്നുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർക്കാം. അപ്പോൾ ഈ മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. അപ്പം എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പം തന്നെ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ട് കഴിക്കാൻ തോന്നും. ഇത് ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ കഴിപ്പ് തുടങ്ങിയിരുന്നു കേട്ടോ. കാര്യം നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. കൂടുതലും ഞാൻ വെറൈറ്റി റൈസിൻ്റെ കൂടെയാണ് ഇത് ഉണ്ടാക്കുന്നത്. സൈഡായിട്ട് വെച്ച് കഴിക്കാൻ നല്ലതാണ്. പിന്നെ മോന് പ്ലേ സ്കൂളിൽ പോകുമ്പോഴും ഞാനിത് കൊടുത്ത് വിടാറുണ്ട്. നല്ലൊരു ടേസ്റ്റാണിത് കഴിക്കാൻ. അപ്പം ചോറിൻ്റെ കൂടെ സൈഡായിട്ട് വെച്ച് കഴിക്കാനോ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനോ അല്ലെങ്കിൽ വെറൈറ്റി റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ വെണ്ടയ്ക്കൊക്കെ മാറ്റി വെക്കുന്നവർക്ക് ഈ സോയ ചങ്ക്സും വെണ്ടയ്ക്കയും കൂടെ ചേർത്തുണ്ടാക്കി കൊടുക്കുമ്പോൾ അറിയാതെ വെണ്ടയ്ക്കൊക്കെ ഞാൻ കഴിച്ചു പോകും കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഇനിയും ഒരുപാട് റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.